ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് സ്ക്വാഡ് ബീറ്റ്സ് ഇവന്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും ഗോൾഡ് റോ എന്ന ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും 2 ഗണ്ണിന്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു M80യുടെയും തോംസന്റെയും ഗണ്ണിന്റെ സ്കിന്ന് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്, പിന്നെ എന്ത് ചെയ്യണം നമുക്ക് ഈ റിവാർഡ് കിട്ടാനായിട്ട്, നമുക്ക് കിട്ടുന്നത് പെർമനന്റ് ആയിട്ടായിരിക്കുമോ, ഇവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. വീഡിയോ മുഴുവനായി കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലേക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലേക്ക് അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. സ്ക്വാഡ് ബീഡ്സിന്റെ ഈവന്റ് കലണ്ടർ 3 ഫ്രീ ഫയർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ കലണ്ടറിൽ നമുക്കിവിടെ M80യുടെയും തോംസന്റെയും കണ്ട സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ രണ്ടാമത് ഫ്രീ ഫയർ കലണ്ടർ പുറത്തിറക്കി. അവിടെ നമുക്ക് തോംസന്റെയും M80യുടെയും കണ്ട സ്കിന്ന് ഇല്ലാത്തൊരു കലണ്ടർ ആയിരുന്നു കാണാൻ കഴിഞ്ഞത് ഗോൾഡ് റോ എന്ന ഈവന്റിൽ. അന്ന് തന്നെ ഫ്രീ ഫയർ 3ാമത്തെ കലണ്ടറും പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് നമുക്കിവിടെ M80യുടെയും തോംസന്റെയും കണ്ട സ്കിന്നുള്ള 3ാമത്തെ കലണ്ടറും വീണ്ടും ഫ്രീ ഫയർ പുറത്തിറക്കി. സോ ഇതിനർത്ഥം നമുക്ക് എല്ലാവർക്കും ഈ തോംസന്റെയും M80യുടെ ഗണ്ട സ്കിന്ന് ലഭിക്കുമെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഗോൾഡ് റോ എന്ന ഇവന്റിലൂടെ നമുക്ക് എല്ലാവർക്കും ഈ 2 ഗണ്ട സ്കിന്ന് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി എങ്ങനെ നമുക്ക് ഈ ഗോൾഡ് റോ എന്ന ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാം. ഗോൾഡ് ഡ്രോ ഇവന്റ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലായിരിക്കും ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയ ഗോൾഡ് റോ ഇവന്റ്. നമുക്ക് ഗോൾഡ് റോ ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാൻ സാധിക്കും ഇപ്പോൾ കാണുന്ന പോലെ. എന്നിട്ട് ആ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് ആയിരിക്കും നമ്മളിപ്പോൾ കാണുന്ന രീതിയിലായിരിക്കും ഫ്രണ്ട്സ്. ഗോൾഡ് ഡ്രോ ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും ഗോൾഡ് കൊടുത്തിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ചിത്രങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇവന്റ് ആയിരിക്കും. നമുക്ക് ഡയമണ്ടിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഗോൾഡ് കൊടുത്തിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ ചിത്രങ്ങൾ പിക്ചേഴ്സ് വരയ്ക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മളെല്ലാവരും ഗോൾഡ് ഡ്രോയിൽ നമ്മളെല്ലാവരും M80യുടെയും പിന്നെ നമുക്ക് തോംസന്റെയും കണ്ട സ്കിന്നൊക്കെ നമ്മൾ വരച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ 2 കണ്ട സ്കിന്നും ആയിരിക്കും. പെർമനന്റ് ഒക്കെ കിട്ടുമെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും മാസമായിരിക്കും ഈവന്റ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ നേരം. ഗോൾഡ് ഡ്രോ ഈവന്റ് നമുക്ക് ഇങ്ങനെയായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അത് മാത്രമല്ല, ഒരുപാട് പ്ലേയേഴ്സ് ഇന്നലെ കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു FFPയിലെ റെഡിയും കൂടെ എങ്ങനെ ലഭിക്കും, എപ്പോൾ ലഭിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാളെ വൈകുന്നേരം 6 PM മുതൽ ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ആവും ഫ്രീ ഫയർ സ്പോർട്സ് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിൽ. വൈകുന്നേരം രാത്രി 9 ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും റെഡിയും കൂടെ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഏത് റിവാർഡാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് റിവാർഡ് എടുക്കണം. നമ്മുടെ യൂട്യൂബ് ചാനൽ ചെറിയ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലേക്കൺ മറക്കാതെ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഇല്ലാത്ത യൂട്യൂബേഴ്സ് ഇല്ലാത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ യൂട്യൂബേഴ്സിനും ഇതുപോലെ എല്ലാവരും തന്നെ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം അനുഭവിക്കുന്ന യൂട്യൂബേഴ്സ് ആണ് എല്ലാവരും. സോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്ലേയേഴ്സ് എല്ലാവരും തന്നെ വീഡിയോ കാണാതിരിക്കരുത്. എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. സോ അത് മാത്രമല്ല, ഷെയർ അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ അവരോടും കാണാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.